നമസ്കാരം, ഞാൻ RJ സൂരജ് ദോഹയിൽ നിന്നാണ്. ഒരു കണ്ണൂരുകാരനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവാം. വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ കയറിയിട്ട് അഭിപ്രായം പറയാന്നുള്ളത് അല്ലെങ്കിൽ പ്രതികരിക്കുക എന്നുള്ളത് ഞങ്ങൾ കണ്ണൂരുകാരുടെ ഒരു ശീലമായതുകൊണ്ട് തന്നെ ചില സുഹൃത്തുക്കളുടെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്താണ് നിങ്ങളുടെ കണ്ണൂരിൽ പ്രശ്നം? നിങ്ങളുടെ കണ്ണൂരിൽ എപ്പോഴും കൊല്ലും കൊലയും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കണ്ണൂരെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പേടി തുടങ്ങി എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടു. പാകിസ്ഥാന് കാശ്മീരിന് പകരം കണ്ണൂരിനെ കൊടുത്താൽ മതിയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടു. കഴുത്തിന് മുകളിൽ തലയുണ്ടോ എന്ന് ഉറക്കത്തിൽ എഴുന്നേറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണൂരുകാരനെ പറ്റിയുള്ള ട്രോളുകളൊക്കെ കണ്ടു. അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകളിലൂടെയൊക്കെ കണ്ണൂരിനെ പറ്റിയുള്ള ചിത്രം വികൃതമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ഞങ്ങൾ പാവം കണ്ണൂരുകാർ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ കണ്ണൂരിലെ ജീവിത സാഹചര്യത്തിനെ പറ്റിയിട്ട് കണ്ണൂരിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു കണ്ണൂരുകാരന്റെ ദീനരോധനം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ താഴെ വന്നേക്കാം. പക്ഷെ കുഴപ്പമില്ല, എന്റെ നാടിനെ പറ്റിയിട്ട് ഞാനെങ്കിലും നല്ലത് പറയണ്ടേ, സത്യം പറയണ്ടേ, നിജസ്ഥിതി അറിയിക്കണ്ടേ. അതുകൊണ്ട് മാത്രം പറയാണ്, ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ അറിയുന്നത്. ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ നേടുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ 26 വർഷമായിട്ട് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരം എന്ന് പറയുന്ന പ്രദേശത്ത് കൂട്ടുമുഖം കൊയിലി എന്ന് പറയുന്ന സമ്പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമത്തിൽ ജീവിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. ഇതുവരെയായിട്ട് ഞാനൊരു തല്ല് പോലും കണ്ടിട്ടില്ല. ഇതുവരെയായിട്ട് ഞാനൊരു പ്രശ്നം പോലും അഭിമുഖീകരിച്ചിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ 90% വരുന്ന പ്രദേശങ്ങളും ഇത്തരത്തിലുള്ള ജീവിത രീതിയിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഞങ്ങളും വാർത്തകൾ കേൾക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ അറിയുന്നത്. അല്ലാതെ ഞങ്ങളാരും വീടിന് മുന്നിൽ കൊലപാതകം കണ്ടിട്ട് പേടിച്ച് റൂമിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുന്ന ആൾക്കാരല്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് പ്രശ്നമില്ലാത്ത നാട് എവിടെയാണുള്ളത്? പിന്നെ ഏതെങ്കിലും ഒരു ചെറിയ ഏരിയയിലുള്ള പ്രശ്നം മൊത്തത്തിൽ വക്രീകരിച്ച് കണ്ണൂരിൽ മുഴുവൻ അക്രമമാണ് എന്നുള്ള രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നത് ചില കുൽസിത കക്ഷികളുടെ താല്പര്യപ്രകാരം തന്നെ ആവാം. എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്ന വിഭാഗം ഏതാണ് എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് ചോറ് നിന്ന ഏതൊരു മലയാളിക്ക് മനസ്സിലാവും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പോലും കണ്ണൂരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ കണ്ടു. അപ്പോ അക്കൂട്ടത്തില് നടൻ സലീംകുമാറിന്റെ അഭിപ്രായങ്ങൾ കണ്ടു. ഒരു വീട്ടില് ഒരു ഉച്ച സമയത്ത് കടന്നു ചെന്ന് നിങ്ങൾ ഏത് ദേശക്കാരനോ ഏത് ജാതിക്കാരനോ ഏത് മതക്കാരനോ ഏത് പ്രദേശത്തുള്ള ആളോ ഏത് ഭാഷക്കാരനോ ആവട്ടെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നോ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന ഒരു ചോദ്യം നിങ്ങൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രദേശം, ആ വീട് ഒരു കണ്ണൂരുള്ള വീടായിരിക്കും, പ്രദേശമായിരിക്കും. അതുപോലെ നിങ്ങളൊരു ദൂരയാത്രയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആളെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അയാള് നിങ്ങളുടെ പേരെന്താണ്, മലയാളിയാണോ, എങ്ങോട്ടാണ് യാത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ചങ്കൂറ്റത്തോടെ പരിചയപ്പെടാൻ വരികയാണെങ്കിൽ അയാളൊരു കണ്ണൂരുകാരനായിരിക്കും. കാരണം കണ്ണൂരുകാരന് ചുറ്റുപാടുകളുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കാനാവില്ല, അയൽക്കാരുമായിട്ട് ബന്ധം സൂക്ഷിക്കാതെ ജീവിക്കാനാവില്ല. എവിടെയുണ്ട് കേരളത്തിൽ സ്ത്രീധനം ചോദിക്കാത്ത ചെറുപ്പക്കാരുള്ള ഒരു ജില്ല? അത് കണ്ണൂര് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ത്രീധനം ചോദിക്കാത്ത ചെറുപ്പക്കാരുള്ള ജില്ല തീർച്ചയായിട്ടും കണ്ണൂരിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ മറ്റനേകം പ്രത്യേകതകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ണൂരിനെ പറ്റിയിട്ട് ഗീർവാൺ അടിക്കുകയല്ല ഉദ്ദേശം. ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകളിലൂടെ, ഇത്തരത്തിലുള്ള ഒരുപാട് സൗഹാർദ്ദപരമായിട്ടുള്ള ചുറ്റുപാടുകളിലൂടെ ജീവിക്കുന്നവരാണ് ഓരോ കണ്ണൂരുകാരനും. ഇനിയും കണ്ണൂര് എന്ന് കേൾക്കുമ്പോ പേടിക്കുന്ന ആൾക്കാർക്ക് അവരോട് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: നിങ്ങളെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം കണ്ണൂരിന്റെ മണ്ണിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. കണ്ണൂരിൽ വന്നു കഴിഞ്ഞാൽ തല പോകും എന്നുള്ള പേടിയുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഞങ്ങൾ കണ്ണൂരുകാര് ഇരട്ടച്ചങ്കന്മാരാണെന്നാണല്ലോ പറയാറുള്ളത്. ഒരു ചങ്ക് ഞങ്ങൾ വെച്ച് തന്നേക്കാം, ഡോൺ വറി. ധൈര്യമായിട്ട് കണ്ണൂരിലേക്ക് വരാം. സ്വാഗതം. നന്ദി.